മാതാവേ നന്ദി. എൻ്റെ പേര് ടിനു ശിവദാസൻ. ഞാൻ വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജനുവരി 27 ഈ ഉടമ്പടി എടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു 4 വർഷം. അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് ഞാൻ ഒരു MOH ഹോസ്പിറ്റലിൽ എനിക്ക് ഇൻ്റർവ്യൂവിലൂടെ ഞാൻ പാസ്സാവുകയും അവിടുന്ന് ഓഫർ ലെറ്റർ എല്ലാം വരികയും ഞാൻ അതോടൊപ്പം തന്നെ അവിടുന്ന് റിസൈൻ വെച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അവിടുന്ന് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ 2 മാസമായിട്ടും അതിനൊരു മുന്നോട്ടുള്ള പ്രോഗ്രസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ലായിരുന്നു. എന്തെന്ന് വെച്ചാൽ, ഞാൻ അവരുടെ ഏജൻസിയിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവിടുന്ന് നമുക്കൊരു ഡിമാൻഡ് ലെറ്റർ വന്നിട്ടില്ല, ആ ഡിമാൻഡ് ലെറ്റർ വന്നാൽ മാത്രമേ നമുക്ക് ഫർദർ പ്രൊസീജിയർ എല്ലാം മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ 2 മാസം കാത്തിരുന്ന് 2.5 മാസമായി. എന്നിട്ടും അങ്ങനെ ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ വന്ന സമയത്താണ് എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ എന്നോട് പറയുന്നത്, നീ ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കുക, അപ്പോൾ നിൻ്റെ ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് മാറി കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ 2023 ജനുവരി 27 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. ഞാൻ നമ്മുടെ നിയോഗം വെച്ച് പ്രാർത്ഥനകളെല്ലാം തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ ആഗ്രഹിക്കുന്ന ജോലിയല്ല ഞാൻ ഈ തിരഞ്ഞെടുത്തതെങ്കിൽ അമ്മ എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോലി തരണം, അതെനിക്കൊരു അടയാളം ഒരു 10 ദിവസത്തിനുള്ളിൽ തരണമെന്ന് ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു. അങ്ങനെ 9ാമത്തെ ദിവസം എനിക്കൊരു അടയാളമായിട്ട് എൻ്റെ ഒരു ഏജൻസി എന്നെ വിളിക്കുകയും, ഇതിന് മുൻപുള്ള ഹോസ്പിറ്റലിൽ ഫർദറായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, അത് കൊച്ചി വെച്ചാണ് നടക്കുന്നത്, അപ്പോൾ നീ അതൊന്ന് പോയി അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നടക്കുന്നൊരു കാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 15 കൂടി ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് കിട്ടിയപ്പോൾ കാശ് രൂപം എൻ്റെ കയ്യിൽ വെക്കുകയും, ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ 450 പിള്ളേരുണ്ട് ഓൾറെഡി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഈ കാശ് രൂപം എൻ്റെ കയ്യിൽ വെക്കുകയും ഞാൻ അങ്ങനെ പ്രതീക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണടച്ചിരുന്ന് അങ്ങനെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറി. എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറുന്ന സമയത്ത് എൻ്റെ മുമ്പിലുള്ളവരോടൊക്കെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതുകൊണ്ടും എനിക്ക് ഭയങ്കര പേടിയാവാൻ തുടങ്ങി. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചും തിരിച്ചും, അതേപോലെ തന്നെ മൊബൈലുകളിൽ പല ഫോട്ടോകളും കാണിച്ചും ഇതെന്താണ് ഇത് എന്നതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എൻ്റെ സമയമായപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു, അവരെ വിഷ് ചെയ്തു, ഞാൻ അവിടെ ഇരുന്നു. ആ സമയത്ത് അവരെന്നോട് ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള ഒരു രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചതും ഇടപെട്ടതും. എനിക്കൊരു ഇൻ്റർവ്യൂ ആയിട്ട് തോന്നിയേയില്ല. ജസ്റ്റ് ലിബറൽ കാര്യങ്ങളെല്ലാം ചോദിച്ചു, ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അവിടുന്ന് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ഇൻ്റർവ്യൂ അത്ര പെട്ടെന്ന് അത് പാസ്സായത്. അതിനുശേഷം ഞാൻ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞത് മെഡിക്കലാണ്. അങ്ങനെ ഫെബ്രുവരി 20 എനിക്ക് മെഡിക്കലിൻ്റെ ഡേറ്റ് കിട്ടി. ഞാൻ കോഴിക്കോട് മെഡിക്കലിന് പോയി കഴിഞ്ഞപ്പം എല്ലാ ടെസ്റ്റുകളെല്ലാം ചെയ്തു. അതിനിടയ്ക്ക് ഫിസിഷ്യൻ്റെ ചെക്കപ്പ് വന്നു കഴിഞ്ഞ സമയത്ത് ഫിസിഷ്യൻ എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ അവർക്ക് തോന്നുന്നുണ്ട്, അത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല, പക്ഷേ എക്സ്റേയിൽ എന്തെങ്കിലും അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അൺഫിറ്റ് ആവും. അപ്പം ഇത് കേട്ട് നമുക്ക് ഭയങ്കര ടെൻഷനായി, കാരണം ഇത്രയും നാളായിട്ട് ജോലി ഇല്ലാതിരിക്കുവാണ്. അങ്ങനെ അപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ അമ്മയോട് അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ കാശുരൂപം വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നു. എക്സ്റേയിലൊന്നും ഒരു കുഴപ്പമില്ലാതെ അവിടെ ഞാൻ പാസ്സായി. അവിടെ അമ്മയുടെ ഒരു അത്ഭുതം പ്രകടിപ്പിച്ചു. അങ്ങനെ അതിനുശേഷം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത ഘട്ടത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ 1 മാസത്തോടെ ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യുന്നു. അവിടുന്ന് ഒരു ഡിമാൻഡ് ലെറ്റർ വരാനുണ്ട്, പക്ഷേ ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ മാർച്ച് 10 ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച്, പിന്നെ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു, കാര്യങ്ങളെല്ലാം നടന്നോളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ തിരിച്ചു പോയി. 4ാമത്തെ ദിവസം ഡിമാൻഡ് ലെറ്റർ വന്നു. അതിനുശേഷം ഒരു ഏജൻസി എനിക്ക് വിസയ്ക്ക് വേണ്ടി അവർ പ്രോസസ്സ് ചെയ്തു. വിസയ്ക്ക് പ്രോസസ്സ് ചെയ്ത് 3ാം ദിവസം എനിക്ക് മെയിൽ വരുവാണ്, നിൻ്റെ വിസ റിജക്റ്റ് ആയി എന്നുള്ളത്. അവിടെ തളർന്നു പോയി ആകെ, കാരണം ഇത്ര നാൾ കാത്തിരുന്നിട്ട് വിസ റിജക്റ്റ് ആയി എന്നുള്ളത്. അപ്പോഴും എൻ്റെ മനസ്സിൽ വന്നൊരു വചനമുണ്ട്, മനുഷ്യന് അസാധ്യമായത് എന്തും ദൈവത്തിന് സാധ്യമാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ലൂക്ക 1:37 വന്ന ആ ഒരു വചനം എൻ്റെ മനസ്സിൽ അങ്ങനെ വരികയും ചെയ്തു. പിന്നെ ഈ വിസ റിജക്റ്റ് ആയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ മെഡിക്കൽ കഴിഞ്ഞ് കറക്റ്റ് 2 മാസമാവാൻ പോവുക, 10 ദിവസത്തോടെ ബാലൻസേ ഉള്ളൂ. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ആകെ 10 ദിവസമുള്ളൂ മെഡിക്കൽ തീരാൻ വേണ്ടിയിട്ട്, അതിനു മുമ്പ് ഈ വിസ ശരിയായിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് വീണ്ടും ഒരു മെഡിക്കൽ ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി തരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഏജൻസിയിൽ നിന്ന് എന്നോട് പറഞ്ഞത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ചിലപ്പോൾ 2 വീക്കൊക്കെ എടുക്കുമെന്നുള്ളത്. പക്ഷേ എന്തെന്ന് അറിയത്തില്ല, അത്ഭുതം കൊണ്ടെന്ന് അറിയാം. അമ്മയുടെ 3ാം ദിവസം ഞാൻ ഈ പ്രാർത്ഥിച്ച് 3ാം ദിവസം എൻ്റെ വിസ അടിച്ച് അവിടുന്ന് വരികയും
അത് അമ്മയുടെ ഒരു ടൈം ഷോർട്ടനിങ് ആണ് ഇതിനകത്ത് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് അത്. ഇല്ലെങ്കിൽ ആ ഒരു കൃപയിൽ എനിക്ക് നടക്കത്തില്ല. അങ്ങനെ എൻ്റെ വിസ അടിച്ചു വരികയും അതിനുശേഷം എൻ്റെ കോൺട്രാക്റ്റ് അവിടുന്ന് വരികയും ചെയ്തു. ഇനി ഇപ്പം അവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറി ഇനി ഈ വരുന്ന ആഴ്ച എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത ആഴ്ച തന്നെ സൗദിയിലേക്ക് പോകുന്നതാണ്. അപ്പം ഇത് വലിയൊരു അനുഗ്രഹമാണ്. അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം ഇല്ലെങ്കിൽ മാത്രം, ഈ കൃപയും ഇല്ലെങ്കിൽ എനിക്ക് ഇതൊരു കാരണവശാലും കിട്ടുകയില്ല, ഇത് ചെയ്യപ്പെടുവാനാവില്ല. അങ്ങനെ അമ്മയുടെ ഇത് വലിയൊരു സാക്ഷ്യമായി. അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട്, കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചെസ്റ്റ് പെയിൻ, അതങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നു കയ്യിലേക്കും. നല്ല സ്വെറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം മോസ്റ്റ് കോമൺലി ഇതിൻ്റെ ഒരു കോസസ് എന്ന് പറയുന്നത് ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ അതേ ഒരു സയൻസ് ആൻഡ് സിംറ്റംസ് ആണ് കാണിച്ചത്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഞാനൊന്നും വിട്ടിച്ചില്ല. എന്നിട്ട് പെട്ടെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരുന്ന പ്രാർത്ഥിച്ച് അമ്മയുടെ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ തൈലവും അമ്മയുടെ കുരിശ് വരച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വണ്ടിയിൽ പോയി. ഒരു 30-35 കിലോമീറ്റർ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ. ഈ പോകുന്ന വഴിക്കെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദക്ഷിണ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഒരു കാരണവശാൽ ഇതൊരു ഹാർട്ട് അറ്റാക്കൊക്കെ മാറ്റരുത് അമ്മേ, ഇതിൽ അങ്ങനെ ഒരു അസുഖമായിട്ട് വരല്ലേ അമ്മയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അങ്ങനെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു, ECG എടുത്തു, അത് നോർമൽ. പിന്നെ ട്രോപ്പോണോയി എന്ന് പറഞ്ഞൊരു ടെസ്റ്റോടെ ഉണ്ട്, അതും കാർഡിയാക് എൻസൈമാണ്. അതങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതും നോർമലായി. അങ്ങനെ ആ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു സിംറ്റംസ് അല്ലെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു നീർക്കെട്ടിൻ്റെയാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ അമ്മ അത് മാറ്റി വേറെ രീതിയിലേക്ക് ആക്കി വിട്ടാന്നാണ്. അമ്മയ്ക്ക് 1000 നന്ദി. അതോടൊപ്പം തന്നെ വേറൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് സ്വെല്ലിങ് ആയിട്ട് അമ്മയ്ക്ക് കൈ അനക്കാൻ പറ്റാതെയൊക്കെ വന്നായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ തൈലം അമ്മയുടെ ബ്രസ്റ്റിൻ്റെ സൈഡിൽ പരട്ടുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും അതോടുകൂടി അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചും ഈ വേദന മാറ്റിത്തരണേ അമ്മ, ഇതൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറഞ്ഞേക്കാമെന്ന് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ. പിറ്റേ ദിവസമായപ്പോഴത്തെ ആ വേദന ഇതിൽ പോയിന്ന് എനിക്കറിയത്തില്ല. അമ്മയെ നന്ദി. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് എന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലൊരു വ്യക്തിയാണ്. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഞാനും അമ്മയും മാത്രമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛനും അതിനകത്ത് കൂടിയിട്ടുണ്ട്. അതിന് വലിയൊരു മാറ്റമാണ് എനിക്ക് അതിൻ്റെ അകത്ത് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് നന്ദിയുണ്ട് അമ്മയ്ക്ക്. പിന്നെ എനിക്കിപ്പം അങ്ങോട്ട് ഇപ്പോൾ സൗദിക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് കൂടുതലായിട്ട് ചിലവ് വരും. അപ്പം എൻ്റെ കയ്യിൽ അതിനൊരു പ്രത്യേക ഒരു മാർഗവും കാര്യങ്ങളും സോഴ്സ് ഒന്നുമില്ല. ആ സമയത്ത് ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കൈകൾ ശൂന്യമാണ്, ഇങ്ങനെ എനിക്ക് പോകാനുള്ള പൈസയൊന്നും റെഡിയായിട്ടില്ല, പോകാനുള്ള പൈസയൊക്കെ ഒന്ന് റെഡിയാക്കി തരണേ എന്ന് അമ്മയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇന്നലെ രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് വേണ്ടതിൽ കൂടുതൽ പൈസ എൻ്റെ കയ്യിലെത്തിച്ചു. അത് അമ്മയോട് പ്രാർത്ഥിച്ചതിന് മുഖേന എനിക്ക് കിട്ടിയതാണ്. അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനമാണ്. ഇവിടെ ഡിനു ശിവദാസൻ എന്ന മകൻ ഉണ്ടായിരുന്ന ആ ജോലി റിസൈൻ ചെയ്ത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എന്നുള്ള രീതിയിലാണ് നാട്ടിലേക്ക് വരിക. ഇവിടെ വന്നതിന് ശേഷം പിന്നീട് കിട്ടും എന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്ന ആ ജോലിയിൽ വീണ്ടും ഒത്തിരിയേറെ തടസ്സങ്ങളൊക്കെയാണ് ഈ മകൻ ഉണ്ടാവുക. പിന്നീട് നാം കേൾക്കുന്നത് ഈ മകൻ എങ്ങനെ വേറൊരു രീതിയിൽ അങ്ങനെയാണ് ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നില്ലേ? അപ്പോൾ കാരുണ്യപ്രവൃത്തികളും അതുപോലെ കൃപാസന പത്രം കൊടുക്കുക, ഇതിലൊക്കെ ഒത്തിരിയേറെ ഉത്സാഹിക്കുകയാണ് അതൊക്കെ ചെയ്യുവാനായിട്ട് ഇവിടുന്ന് പറയുന്നത് പോലെ തന്നെ. അങ്ങനെ ആ മകൻ ചെയ്യുമ്പോൾ തനിക്ക് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ആ ഏജൻസി തന്നെ പറയുകയാണ്, വീണ്ടും ഒരു ഇൻ്റർവ്യൂ, പുതിയ ഒരു കമ്പനിയുടെ ഇതിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ നീ അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുവാനായിട്ട്. അങ്ങനെ ഏകദേശം 400-450 കുട്ടികളുണ്ട് അവർ ഇൻ്റർവ്യൂവിന്, അതായത് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നവർ.
അപ്പോൾ ആ വ്യക്തികൾ അത്രയും ഉള്ളപ്പോഴാണ് ഈ മകൻ ആ ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മറ്റുള്ളവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ട് ഒത്തിരി അസ്വസ്ഥപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. എന്നാൽ ഉടമ്പടി കാശുരൂപവും വെച്ച് ഈ മകൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. വളരെ ലിബറലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഒത്തിരിയൊന്നും വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ചോദിച്ചില്ല. പരിചയമുള്ള വ്യക്തികൾ സംസാരിക്കുന്നത് പോലെ മാത്രമേ തോന്നിയുള്ളൂ എന്നാണ് പറയുക. അങ്ങനെ അതിന് സെലക്ഷൻ കിട്ടുന്നു. എന്നാൽ പിന്നീട് വിസ തടസ്സങ്ങളും വിസ റിജക്റ്റ് ആകുന്നതും. എന്നാൽ ഈ മകൻ ഒരു ദിവസം അമ്മയോട് പറയുകയാണ് 10 ദിവസമെന്ന്. 9-ാം ദിവസം തന്നെ ഈ മകൻ്റെ വിസ അതെല്ലാം ഈ മകനെ ക്ലിയറാക്കി കിട്ടുന്നു. അങ്ങനെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടാണ് ഇന്ന് ഈ മകൻ ഇവിടെ നിൽക്കുക. പിന്നീട് തനിക്ക് പോകേണ്ടതിന് ആവശ്യമുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ കയ്യിലില്ലാത്തപ്പോൾ അതും ഇന്നലെ ഈ മകന് അതും അമ്മയുടെ കൃപയാൽ, അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ കൃപയായി ഒരു ഫ്രണ്ട് വഴി അതുമൊക്കെ ഈ മകന് നടത്തി കൊടുക്കുന്നു. അതായത് പല വഴികൾ ഉടമ്പടിയിലൂടെ നമുക്ക് തുറക്കുന്നതായാണ് നാം കാണുക. പിന്നീട് ഒരു ഹിന്ദു കുടുംബത്തിലെ അംഗമാണെന്ന് പറഞ്ഞു. അപ്പോഴവിടെ ഈ മകൻ പറയുകയാണ് കുടുംബ പ്രാർത്ഥന, അതായത് അതൊക്കെ ഈ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയിലേക്ക് വരുന്ന, അങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു വീട്, അതൊക്കെ ഒരു യുവാവായ ഈ മകൻ പറയുമ്പോൾ എത്രമാത്രമാണ് ഉടമ്പടി ഓരോ വ്യക്തികളെയും വിശുദ്ധീകരിക്കുക, അത് എത്രമാത്രം അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത്. അപ്പോൾ വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒത്തിരിയേറെ അനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക. ആരെന്നില്ല, ആരുമാകട്ടെ അവർ ഈശോയിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ മതി, അമ്മ അവിടെ ഓടിയെത്തും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.